ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. ഇവിടെ എന്താ പരിപാടി? ഞാൻ ഇവരിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ. അല്ല, നീയും വീണയായിട്ട് എന്താ ഈ ബന്ധം? വീണയായിട്ട് അല്ല, അമ്മച്ചി അതെങ്ങനെ പറഞ്ഞു. വീണ ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോ ഇങ്ങനെ ചെറിയ ഒരു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോഴൊന്നും ഇല്ല കേട്ടോ, സത്യമായിട്ടും ഇല്ല. ഞങ്ങള് അത് പിന്നീട് വീട്ടുകാരൊക്കെ ഇടപെട്ടത് ഒഴിവാക്കി. കണ്ടോ ഓരോരോ സത്യങ്ങൾ പുറത്തു വരണോ അമ്മച്ചി? ഞാൻ അതല്ല മോളെ പറഞ്ഞേ, ഇവന്റെ കയ്യിലിരിക്കുന്ന ഈ വീണയായിട്ട് ഇവിടെ എന്താ പരിപാടി എന്നാ ഞാൻ ചോദിച്ചത്. ഓ അമ്മച്ചി, ഇത് ഗിറ്റാർ അമ്മച്ചി, ഗിറ്റാർ. ഞാൻ ഇവരുമായിട്ട് ഇങ്ങനെ ആ പാട്ട് ഞാനും എന്റെ ആളും. ഞാനും നിന്റെ ആള്? ഇതിൽ ആരാണ് നിന്റെ ആള്? അല്ല, ഇതിലല്ല, എന്റെ ആള് വരും. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ, അത് കൊള്ളാം. എവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്? അതൊക്കെ ഉണ്ട്. അതല്ല, ഇതൊക്കെ കണ്ടു കഴിയുമ്പോ വീട്ടിൽ നിന്ന് വരും എന്ന് ഉദ്ദേശിച്ച. അമ്മച്ചി, സഞ്ജു ആ പാട്ടേ 40 പേരും ആ പാട്ടില്ലേ, ഞാനും എന്റെ ആളും 40 പേരും. 40 പേരാ? 40 പേര് ഇവിടെ ഇല്ലല്ലോ, ഇവിടെ 20 പേരല്ലേ ഉള്ളൂ. അമ്മച്ചി, അതല്ല എന്റെ വിഷമം. നമ്മള് കുന്നോളം ആഗ്രഹിച്ചാലേ എള്ളോളം കിട്ടൂ. 20 ഞാൻ ഒപ്പിച്ചു, ബാക്കി 20 ഞാൻ ഒപ്പിച്ചിരിക്കും. അല്ലേ അമ്മച്ചിക്ക് മനസ്സിലായില്ലേ ഇപ്പോഴത്തെ പുതിയൊരു പാട്ടില്ലേ, പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കിയ പാട്ട്? പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കിയ ഇവനാ? ഇത് പാഴ്മലയുടെ പൂമരത്തേക്ക് കൊണ്ട് കപ്പലുണ്ടാക്കും. ഈ 20 പിള്ളേരെ കൊല്ലാനാ നീ? പാഴാവാതിരിക്കാനാണ് ഞാൻ കപ്പലുണ്ടാക്കുന്നത്. അതല്ലല്ലോ പൂമരം. ചക്കയുടെ പുറത്ത് ഈച്ച കറിമാരി കുറെ പെമ്പിള്ളേർ ഇവിടെ കിടന്നു. പാട്ട് പരിപാടി തുടങ്ങാൻ നോക്കി. പൂമരം കൊണ്ട് ടിപ്പറ, ലോറിയ, എന്ത് എന്റെ അമ്മച്ചി തൽക്കാലം പിടി. ഇതാ പൂവളഞ്ഞ പക്ഷെ ശരിയല്ലോ കേട്ടോ. പൂ കളഞ്ഞ അടുത്ത തവണ ഞാൻ നിന്നെ കളയും. മര്യാദക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. കൊച്ചു പറഞ്ഞു അമ്മച്ചി തൽക്കാലം എവിടെയെങ്കിലും പോയി സമാധാനമായിട്ടിരുന്നോളൂ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ശരിയാ. വീണയാണത്രേ, വീണ. അപ്പൊ തുടങ്ങല്ലേ? നിരപറ മലയാളി വീട്ടമ്മ, കോ ബ്രാൻഡഡ് ബൈ ധാത്രി ഹെയർ കെയർ പ്ലസ് ആൻഡ് സേറ, പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. അടുത്ത ഒരു ഗ്രൂപ്പ് ടാസ്ക് ആണ്. സോ ലെറ്റ്സ് വെൽക്കം ദി ടീം ടു ദി ഫ്ലോർ. അങ്ങനെ നമ്മുടെ ടീം ഹാജർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ മുല്ലപ്പൂവിന്റെ മണം ഇഷ്ടമാണോ? പിന്നെ അല്ലേ? കലാവാസനയുള്ളവരാണോ നിങ്ങൾ? പിന്നെ തീർച്ചയായിട്ടും. മീൻവാസനയോ? അതെ, മുല്ലപ്പൂവിന്റെ മണം പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു മണമാണ് മത്തിയുടെ മണം. ചാള. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ദേശീയ മത്സ്യം എന്ന് അനൗൺസ് ചെയ്യേണ്ടിയിരുന്നല്ല, സംസ്ഥാന മത്സ്യം എന്ന് അനൗൺസ് ചെയ്യേണ്ടിയിരുന്ന ഒരു മത്സ്യമാണ്. ജസ്റ്റ് മിസ്സാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം മത്തി. അത് വെച്ചൊരു ചെറിയ തോരൻ, ഒരു മത്തിപ്പീര അല്ലെങ്കിൽ ചാളപ്പീര, അത്രേ ഉള്ളൂ. അത് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. മത്തിപ്പീര ഉണ്ടാക്കൽ ദാ ഇവിടെ തുടങ്ങാണ്. ലക്ഷ്മി ഇൻഡക്ഷൻ കുക്കറിലൊക്കെ തൊട്ട് തൊഴുതിട്ടാണ് തുടങ്ങിയത് തോന്നുന്നത്. ആദ്യമായിട്ട് ഒരാൾ മത്തിപ്പീര വെക്കാൻ ഇൻഡക്ഷൻ കുക്കറിൽ തൊട്ട് തൊഴുതിട്ട് തുടങ്ങുന്നത്. ഐശ്വര്യം ഉണ്ടാവട്ടെ. മീനിലാരും തൊട്ടിട്ടില്ല കേട്ടോ, കാരണം മീനിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരിടത്തും തൊടാൻ പറ്റില്ല എന്ന് അവർക്ക് നല്ലപോലെ അറിയാം. നല്ല മീൻ വാസനയുണ്ട്.
പഴയ ഒരു ഇത് ഓർമ്മ വരുന്നില്ലേ? പൂച്ച മീൻ കാണുമ്പോ ഇങ്ങനെ അതുപോലെ തോന്നിയില്ലേ? കോഴിയല്ലല്ലോ അല്ലേ? സഹായിക്കണം. രാജി വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. ഓ കേട്ടോ, സഹായിക്കണം വെറുതെ വെച്ച് പറയാം. ആ മീനൊന്ന് വിട്ടുതരാമോ? പെട്ടെന്ന് വേണോട്ടോ. പക്ഷെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാം വേറെ വേറെ സ്ഥലത്തു നിന്നുള്ളതാണ്. വേറെ വേറെ ടേസ്റ്റുള്ള മീൻ കഴിക്കാം. ഇവിടെ സത്യമായിട്ട് ഇപ്പൊ തന്നെ ആ ഒരു സുഗന്ധം പറഞ്ഞു തുടങ്ങി. ഇത് കറി വെച്ച് കഴിയുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വ്യത്യാസം കാണാനുണ്ട്. ഈ തേങ്ങ പൊതിക്കുന്ന ടാസ്ക് എല്ലാം ലക്ഷ്മിക്ക് തന്നെ കറക്റ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഇത് പൈറ്റ് തെളിഞ്ഞിട്ട് ഇവിടുന്ന് പോകാവുള്ളൂ. ഒരു പാളി തേങ്ങ പോരെ? നീ വേണോ? ഓ അതേ നടന്നില്ല. നീ വേണോ? കടിച്ചു തിന്നാണോ? ആ രാജി പെട്ടെന്ന് മീൻ വേണ്ടോ? രാജി നേരത്തെ പറഞ്ഞ പോലെ രാജിയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. നമ്മൾ ദുബായിൽ നിന്ന് വന്നോണ്ടാണ്. ദിറംസിന്റെ കണക്ക് പറയുന്നുണ്ട്. രാജിനാണ് ഭയങ്കര സ്പീഡാണ്. ഫാസ്റ്റ് ആയിട്ട് രാജി ചെയ്യുന്നുണ്ട്. ശ്രുതി ഈ മത്തിയോട് വിരോധമുള്ളതുപോലെ വെട്ടണ്ട, കുറച്ച് സന്തോഷത്തോടെ വെട്ടാമെന്നാണ് ഒരു പൊതുജന അഭിപ്രായം. ഞങ്ങളൊരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ചുള്ളൂ കേട്ടോ. ഇത്ര ഇനി അതുകൊണ്ട് കറക്കി തേങ്ങ കടിച്ചെടുത്തെങ്കിലും സഞ്ജു തന്നെ ആയിരിക്കും. സഞ്ജുവിന്റെ താടിയിൽ നോക്കിയാൽ മതി. 1 2 3 4 5 മീനുകൾ ശ്രുതി വൃത്തിയാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് കഴിഞ്ഞു. രാജി മീൻ വൃത്തിയാക്കി എന്നല്ല വെട്ടി കഴിഞ്ഞു. തുടങ്ങിയിട്ടില്ല. അങ്ങോട്ട് ഒഴിക്കൂ. അല്ല വെള്ളം അങ്ങോട്ട് ഒഴിക്കാൻ. അല്ല ഇവിടെ ഇത് മീൻ വെട്ടുന്നുണ്ടെന്ന് അറിഞ്ഞോണ്ടാണ് അമ്മച്ചി ഇങ്ങനെ കുളിച്ച കുറിയൊക്കെ തൊട്ട് സുന്ദരിയായിട്ട് വന്നേ തൊടിപ്പിക്കാതിരിക്കാൻ. നിങ്ങളെല്ലാരും ഇങ്ങനെ സുന്ദരിയായിരിക്കുമ്പോ ഞാൻ വിചാരിച്ചു എന്തിനാ അമ്മച്ചിയുടെ ഒരു രീതിയുണ്ട്. ഇല്ലത്തതൊന്നും പതിവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് അമ്മച്ചി വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ല ചട്ടയും കൊണ്ട് കൊടുത്ത് വരുന്ന കക്ഷിയാണ്. കല്ലുപ്പിട്ട് മീൻ കഴിക്കൊണ്ടിരിക്കുകയാണ്. രാജി ആ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഇത് പുളിയെല്ലാം പിടിച്ചിരിക്കുമല്ലോ. ശ്രുതി നിത്യത്തൊഴിൽ അഭ്യാസമാണോ? അങ്ങനെയാണോ? ഒരു മട്ടുമാതിരിയൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ശ്രുതി ഇതൊക്കെ ചെയ്യാറുണ്ടെന്ന്. ഇഷ്ടമാണോ മീൻ? അതെല്ലാം അത്ര ഇഷ്ടമൊന്നുമില്ല. അത്ര ഇഷ്ടമല്ല. വീട്ടിലുള്ളവർക്ക് ഇഷ്ടത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ള ഡിഷാണ്. അപ്പൊ എന്തായാലും ശ്രുതി ഇത് തകർപ്പടയാണ്. കറിയാണ് ഇഷ്ടം. ഫേവറേറ്റ് ഡിഷാണ്. ചുമ്മാ അല്ല, സീമ ചേച്ചി വന്നപ്പോ കറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞത്. ഇതേ ഡിഷ് ഇത് പറഞ്ഞ ചെയ്യിപ്പിച്ചല്ലേ? ഒന്നും ആയിട്ടില്ല. നല്ല പട്ടുസാരിയിൽ മത്തിയുടെ മണം വന്നാൽ നല്ല പോറായിരിക്കും. മത്തിയല്ലേ, കുഴപ്പമില്ല. മത്തിക്ക് വേണ്ടി എന്തും. രാജി ഇവിടെ ഫിഷില് കുറച്ച് മഞ്ഞളൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തു, ഓൾറെഡി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തു. എന്നിട്ട് മല്ലിയല്ലല്ലോ മഞ്ഞൾപ്പൊടി പുരട്ടി മാറ്റി വെച്ചിരിക്കുക. പുളി നേരത്തെ ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച്
അതില് പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. ശ്രുതി ഇവിടെ മീൻ മുറിക്കല്ല ചെയ്തിട്ടുള്ള, മീൻ ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നിൽക്കാൻ പറ്റില്ല. ഇവിടെ വേറെ ഒരു സംഭവമുണ്ട്. ഇവിടെ തേങ്ങയും മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് മീനിനുള്ള ആദ്യം സാധനങ്ങളെല്ലാം എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആര് നന്നായി ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കും കേട്ടോ, പ്ലീസ്. ആര് നന്നാക്കി ഉണ്ടാക്കിയാലും കഴിക്കും. കഴിക്കും. കൈ മുറിഞ്ഞോ? അയ്യോ, പ്രത്യക്ഷരാവുക. കുഴപ്പമില്ല, ചെറിയ മുറിവാന്നാണ് രാജി പറയണത്. അതെന്ത് ചെയ്തു? അതെന്ത് ചെയ്തു? കൈ മുറിഞ്ഞു. എങ്ങനെ ചന്തിപ്പോ തേങ്ങ മുറിഞ്ഞു. ബാൻഡേഡ് ഉണ്ട്, ബാൻഡേഡ്. ലക്ഷ്മി ഇവിടെ കാണാനില്ലല്ലോ. ആ, അടിയിലുണ്ടായിരുന്ന ലക്ഷ്മിയുടെ അടിയിൽ നിന്നൊക്കെ പൊങ്ങി വരും. തട്ടേ കയറി. ഇവിടെ മീൻ തട്ടേ കയറി. ലക്ഷ്മിയുടെ മീൻ അടുപ്പിലെത്തി. ദീപയൊന്ന് തകർക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. എന്റെ പ്രതീക്ഷ തകർക്കരുത്. ശ്രുതിയുടെ മീനും അടുപ്പേ കയറിയോ? ഇല്ലല്ലോ. ഇത് തേങ്ങ അവസാനം ഇടുക. അങ്ങനെ എന്തട്ടെ. മീൻ അടുപ്പിൽ കയറിയോ? ഇവിടെ വെച്ചാ കയറി കയറി. ആണോ? ഇവിടെ 3 അടുപ്പില് മീൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രുതി, ലക്ഷ്മി, മിനി 3 പേരും മീൻ വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. രാജു നല്ല ഫാസ്റ്റ് ആയിട്ട് ആദ്യം തന്നെ ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്തതാണ്. പക്ഷെ ഇടയ്ക്ക് കൈ മുറിഞ്ഞത് കൊണ്ടാണ് നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്ലോ ഡൗൺ ചെയ്തത്. അടിപൊളി അടിപൊളി. ഇവിടുന്നാണ് ഈ കൊതി കിട്ടിയെങ്ങാനും കൊള്ളാതെ പോയാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെ ആവും. ചിലർ മീനും പീരയും കൂടെ ഒരുമിച്ചാണ് അടുപ്പിലേക്ക് വെച്ചത്. ചിലർ ആദ്യം മീൻ തിളപ്പിച്ചിട്ട് അതിലേക്കാണ് പീര ഇടാൻ പ്ലാൻ ചെയ്യണത്. അങ്ങനെ പലതും പല രീതിയിലാണ് കേട്ടോ. ഓൾമോസ്റ്റ് വേവർ ആയിട്ടുണ്ടാവും അല്ലേ? എന്ത് തുടങ്ങുന്നുണ്ടാവും. ബിക്കോസ് ഇത് വറ്റി കിട്ടാനാണ് കുറെ സമയം വേണ്ടത് നമ്മൾ വെള്ളം വെക്കണ അനുസരിച്ച്. പക്ഷെ ഫിഷ് ആക്ച്വലി പെട്ടെന്ന് വേവും. സമയമില്ലെങ്കിലും നല്ലോണം വെന്തോട്ടോ കേട്ടോ. ഞാനാ രുചിച്ചു നോക്കുന്നത്. ഒരാളോട് മീനെ നോക്കി പുറകുറുക്കുന്നു എന്തൊക്കെയാ പറയുന്നത്. കരിയും എനിക്ക് പേടി. ഇൻഡക്ഷൻ കുക്കർ ആവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് വളർന്നത് അടുക്കി പിടിക്കോ കരിയോ അതിന്റെ ആ ഒരു ഹീറ്റിന്റെ അളവ് മനസ്സിലാവണില്ല അല്ലേ?
നന്നായിക്കോട്ടെ. സ്വയം രുചിച്ച് ശ്രുതി ഇവിടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ശ്രുതി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നീബ ഓൾമോസ്റ്റ് കഴിയാറായി. ഇവിടെ കഴിഞ്ഞു. കഴിയാറായി. ലക്ഷ്മിയുടെ കഴിഞ്ഞു. 1 minute more. അല്ല ഉറപ്പല്ലേ? ഇവിടെ മീൻ പീര വെക്കലൊക്കെ കഴിഞ്ഞ സമയം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ലക്ഷ്മി നേരത്തെ കരുതി വെച്ചിരുന്ന ഒരു മീനെടുത്ത് വറുത്തോണ്ടിരിക്കുകയാണ്. മീൻ മറക്കുന്നോ? ചുമ്മാ ഇരിക്കട്ടെ ആർഭാടം. ഞാൻ ശ്രദ്ധിച്ചു, ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം അല്ലേ? കൊതി കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വരുന്ന കളയില്ലേ കുറച്ച് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ മാറ്റി വെച്ചാൽ അയ്യോ, കുറച്ച് മുളക് പൊടി കൂടി കൊടുക്കണ്ടേ? ഒരു പ്രത്യേകതരം ഫിഷ് ഫ്രൈ ആണ്. സച്ചിന് ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 5 തരം മീൻ പീരകള് ഈ നമ്മൾ പറഞ്ഞ ആ ഒരു ടൈം ലിമിറ്റിനകത്ത് അവർ കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇവിടുന്ന് പലതരത്തിലുള്ള മണങ്ങൾ വരുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഫ്ലോറിന് ഒരു മീൻ മണമാണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. ചില മീനൊക്കെ പീര പറ്റിച്ചിട്ടുണ്ട്, ചിലത് മീനെ പറ്റിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. നല്ല മണമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന പോലെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രിപ്പറേഷനിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ എന്തായാലും അവിടെ നിന്ന് നോക്കി ഇതിന്റെ സ്മെല്ല് മാത്രം അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റിയ നമ്മുടെ ജഡ്ജസിന് എന്താണ് പറയാനുള്ളത്? ഞാൻ കമൻറ്റ് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും കുക്കിങ്ങിനകത്ത് കയറുമ്പോൾ തലമുടി കെട്ടി വെക്കാറുണ്ട്. അതെനിക്കറിയില്ല, ഞാൻ ചെയ്യാറുണ്ട്. നോർമലി നമ്മൾ തലമുടി കെട്ടി വെച്ചിട്ടാണ് കുക്കിംഗ് ചെയ്യാറ്. അത് ശ്രുതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ശ്രുതി കെട്ടി വെച്ചിട്ടുള്ളത്. അത് ഹൈജീനിൻ്റെ പുറത്താണ് നമ്മളത് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എനിവേസ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. ഇത് ഒഫീഷ്യലായി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അമ്മച്ചിയെ സ്വാഗതം ചെയ്യണം. അമ്മച്ചി അത് കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാനിപ്പോ ചാളയെ പറ്റി പറയാൻ വന്നതാ. ചാളയെ പറ്റി പറയാൻ വന്നതാണെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തോ വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വന്ന പോലെ ഉണ്ട്. ഡമ്മി ടു ഡമ്മി ഡിസ്റ്റൻസ് എങ്ങനെയാ അമ്മച്ചി? എന്തോ ഡമ്മി ടു ഡമ്മി ഡിസ്റ്റൻസ്? ഒന്നുമില്ല അമ്മച്ചി, ചാള വരുന്നു. എല്ലാം ഇപ്പൊ ഈ പിള്ളേർ ചെയ്തതെല്ലാം ഡിഫറെന്റ് സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ പേരൻസ് പഠിപ്പിച്ചത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അത് വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ 1-2 ടിപ്പ് ഞാൻ പറയാന്നേ ഉള്ളൂ. ഞാൻ എക്സ്പെർട്ട് ആകണമെന്നില്ല, അതിന് കൗണ്ടർ ഇത് വരാം. എന്നാൽ ചാള വെട്ടുമ്പോഴേ തലയും കൂടെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചെകിള 2 സൈഡിൽ നിന്നും ഞാൻ വെട്ടി കാണിക്കായിരുന്നു, പക്ഷെ ആൾ റെഡിയാണെങ്കിൽ ഞങ്ങൾ വെട്ടി അതിൻ്റെ ചെകിളയും കളഞ്ഞ് സൈഡിൽ നിന്ന് കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ആദ്യം ചെതുമ്പൽ കളയണം. അത് കഴിഞ്ഞ് വാല് പിള്ളേർ എളുപ്പത്തിന് തലയുടെ ഇവിടെ വെച്ച് ഒറ്റക്കെട്ട്, വാലിൻ്റെ അവിടെ വെച്ച് ഒരു കെട്ട് ഇങ്ങനെ ചെയ്തത്. അപ്പം അത്രയും മീൻ വേസ്റ്റ് നഷ്ടം. പിന്നെ തലയ്ക്കാണ്, അയില ചാളയുടെയൊക്കെ തലയ്ക്കാണ് ടേസ്റ്റ്. അപ്പോൾ ചില പിള്ളേരെ മീൻ ആദ്യം വേവിക്കുന്നത് കണ്ടു, പക്ഷേ മീൻ അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ മീനും പീരയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിച്ച് തിളയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിറക്കുക. അതല്ലെങ്കിൽ ഈ ഉള്ളി പച്ചമുളകൊക്കെ വേവാൻ കുറച്ച് സമയം എടുക്കും. അത് തിളച്ചു വരുമ്പം മീൻ പെറുക്കി വെച്ചു പറ്റി കഴിയുമ്പോൾ കരിവേപ്പില ഇട്ട് എണ്ണ ഒഴിച്ചിറക്കുന്നതാണ് എൻ്റെ കറക്റ്റ്. ഇതിലൊരു കുട്ടി മീൻ കറി വെച്ചിട്ടുള്ള ആളല്ല. ആ കുട്ടി ഇത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്രിസിയേഷൻ. ഞാൻ ആരെന്ന് പറയുന്നില്ല, അതുകൊണ്ട് എല്ലാവരും ഒരു കൈയടി. സോറി, ഇതിലെല്ലാത്തിനും ഇവിടെ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. ഒരു ബാക്കി എല്ലാം കുറച്ച് വെള്ളവും എന്തൊക്കെയോ ഒരു ഇതുണ്ട്, പക്ഷെ ഇത് ഒരു വൃത്തിയായിട്ടുണ്ട്. ടേസ്റ്റ് വൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ശ്രുതിൻ്റെ ആണ് ഭയങ്കര ഇഷ്ടമായ. പിന്നെ ലക്ഷ്മി അല്ലേ, ലക്ഷ്മി ഇവിടെയും അത്. പിന്നെ ഒന്നാമത്തെ എന്തറിയോ, എല്ലാവരും ഒരു ചിട്ടയിൽ വൃത്തിയായിട്ട് ചെയ്തു.
അതാണ് ആവശ്യം. അപ്പോൾ ആരും അങ്ങനെ കുറ്റം പറയാക്കില്ല. എല്ലാവരും വൃത്തിയായിട്ട് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ മത്തിപ്പീര പലരും കഴിച്ചു നോക്കി. അതിന്റെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് കമന്റ്സ് ഒക്കെ നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത് അവരുടെ മാർക്സ് ആണ്. സോ ഓവർ ടു ജഡ്ജസ് അഗൈൻ. മിനി, ഇത്രയും എക്സ്പീരിയൻസ് ഇല്ലാതെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അത് അറിയാതെയും അത്രയും നീറ്റായിട്ട് ചെയ്തതിന് ഞാൻ 63 മാർക്സ് ഔട്ട് ഓഫ് 100 തരാം. ഓക്കെ ലക്ഷ്മി, യെസ് മാം. 68 ആണ്. താങ്ക് യു മാം. നീബ 67 ഔട്ട് ഓഫ് 100. താങ്ക് യു വെരി മച്ച് മാം. ശ്രുതിക്ക് തരുന്ന മാർക്ക് 70 on 100. താങ്ക് യു മാം. രാജിക്ക് ഇതിനു മുൻപ് തന്ന ടാസ്കുകളിൽ രാജിക്ക് ഒരുപാട് നെർവസ് ആയിരുന്നു. അത് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഈ ഒരു ടാസ്കിൽ ഞാൻ ഒട്ടും നെർവസ്നെസ് കണ്ടിട്ടില്ല രാജിയുടെ. രാജി വളരെ കൂളായിട്ടായിരുന്നു ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കൈ മുറിഞ്ഞു പോയി. അല്ലായിരുന്നെങ്കിൽ രാജി, ഐ നോ യു വുഡ് ഹാവ് റിയലി ഡൺ വെൽ. താങ്ക് യു മാം. 58 on 100. താങ്ക് യു മാം. എനിക്കൊരു ചെറിയ കാര്യം എല്ലാവരുടെ അടുത്തും ഒന്ന് പറയാനുള്ളത്. നമുക്കറിയാം നമ്മുടെ ആങ്കേഴ്സ് പലതവണയായിട്ട് നിങ്ങളുടെ, ഇൻഫാക്റ്റ് ആങ്കേഴ്സ് മാത്രമല്ല, നിങ്ങളുടെ ഗ്രൂമിങ് സെഷനിലൊക്കെ നമുക്ക് പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു തേർഡ് ഐ, ഒരു തേർഡ് ഇൻറ്റേർണൽ പാനൽ നിങ്ങളെ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നിങ്ങളുടെ ഗ്രൂമിങ് സെഷൻസിലും പലതവണ ആങ്കേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഷെഡ്യൂളിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായത് ഇപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്കും പാനലുള്ള എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. നമുക്കൊരു ഇതിന് മുമ്പത്തെ ഒരു ടാസ്ക്കായിട്ട്, ഇതിന് പല എപ്പിസോഡുകൾക്ക് മുമ്പായിട്ടുള്ള ഒരു ടാസ്കിൽ ഒരു പുട്ട് വേവിച്ച് ജഡ്ജസിൻ്റെ അടുത്തേക്ക് എത്തിക്കണം, അതിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ഇവിടം വരെ എത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 5 പേര് ഒന്ന് കൈപൊക്കാം. ഓ, നിങ്ങൾ 5 പേര് തന്നെയാണോ? ഓക്കെ, അപ്പോൾ റൈറ്റ് ടൈമാണ്. ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ് ടൈം. അപ്പോൾ ഈ 5 പേരിൽ ഒരാളല്ല 2 ആൾക്കാർ ചെറിയ തോതിലുള്ള ഒരു മിസ്കാൽക്കുലേഷൻ, സംതിങ് ഹാപ്പൻഡ്, അത് സംഭവിച്ച വ്യക്തി അതൊന്ന് തുറന്നു പറഞ്ഞെങ്കിൽ നന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഫസ്റ്റ് എത്തുക എന്നുള്ള രീതിയിൽ ഓടി. പഴം ആക്ച്വലി എൻ്റെ പ്ലേറ്റിൽ മിസ്സിങ് ആയിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പഴം ഇല്ലായിരുന്നു. പെട്ടെന്ന് കോമ്പറ്റീഷൻ എന്നെല്ലാം മറന്നപ്പോൾ നമ്മൾ ഷെയറിങ് ഇത് ഓർത്തിട്ട് അടുത്തുള്ള ആളുടെ ചോദിച്ചു. അടുത്തുള്ള ആൾ ആരായിരുന്നു? നീബയായിരുന്നു. ഇപ്പം നീബ തന്നു, ഞാൻ എൻ്റെ പ്ലേറ്റിൽ അത് വെച്ചു. പഴമുണ്ട്. പഴം തരില്ല, ഞാൻ തരില്ല. അപ്പോൾ മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കായിരുന്നു? അത് എനിക്കായിരുന്നു. എന്തുകൊണ്ട്? ശരി, ഓക്കെ. കാരണം ഞങ്ങൾ ആസ് ജഡ്ജിങ്, ഞങ്ങൾക്ക് എഗെയിൻ ഞാൻ പറയുകയാണ്, നമ്മുടെ മുൻപിലുണ്ടായിരുന്ന, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ജോമോൾ ഓരോന്നെടുത്ത് അതിൻ്റെ ഫ്ലേവറും ടെക്സ്ചറും ഒക്കെ സംസാരിച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. നമ്മൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഇത് ഓൾറെഡി മാർക്കിംഗ് കഴിഞ്ഞ ഒരു സാധനം നമ്മൾ വീണ്ടും ഈ ഒരു എപ്പിസോഡിലേക്ക് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ നിന്ന് ജെനുവിനായിട്ടുള്ള ഒരു മലയാളി വീട്ടമ്മയെ കണ്ടുപിടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി സത്യസന്ധമായിട്ട് എല്ലാ രീതിയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ജെനുവിനായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു മലയാളി വീട്ടമ്മ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ലക്ഷ്മി ആ സമയത്ത് അങ്ങനെ ഒരു ഹയസ്റ്റ് മാർക്ക് കിട്ടിയ വ്യക്തി എന്ന നിലയിൽ എന്തുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് അതിൽ ഒന്നും മിണ്ടാതെ നിന്നു? മാം, ഞാനതൊരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല.
അന്ന് ആ സമയത്ത് ചിന്തിച്ചില്ല, നമ്മൾ ഷെയറിംഗ് എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനത് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ടെലികാസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എനിക്കത് ഇതെല്ലാം തോന്നി കിട്ടിയത്. പക്ഷെ അത് ഞങ്ങൾക്ക് അത് എൻ്റെ മിസ്റ്റേക്കാ, സോറി മാം. അല്ല, ഒരു സോറി പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് സത്യമായിട്ടും, ബിക്കോസ് ദിസ് ഇസ് അഗൈൻ എ കോമ്പറ്റീഷൻ. നമ്മൾ ഇത്രയും നാൾ എല്ലാ എപ്പിസോഡ്സിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യം കൂടി മാറ്റർ ചെയ്യും. ഒരു സോറി പറഞ്ഞ് ശരിക്കും ഇത് അന്നത്തെ എപ്പിസോഡിൽ ചെയ്തിരുന്നെങ്കിൽ, അന്നത്തെ എപ്പിസോഡിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ മാർക്ക് തരുമ്പോൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ആസ് എ ക്യാരക്ടർ, ആസ് എ പേഴ്സണാലിറ്റി, നിങ്ങളുടെ സ്ഥാനം എത്ര ഉയർന്ന രീതിയിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അന്ന് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അത് ഡിസ്ക്വാളിഫൈഡ് ആയിരുന്നോ, അല്ലെങ്കിൽ ഈ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവില്ലായിരുന്നു. അന്ന് നിങ്ങൾക്ക് തന്ന അതേ മാർക്ക് ചിലപ്പോൾ ജെനുവിനിറ്റി നോക്കിയിട്ട് ചിലപ്പോൾ അതേ മാർക്ക്, ചിലപ്പോൾ അതിനേക്കാൾ ഒരു മാർക്ക് കൂടുതൽ തന്നേനെ. ഇൻഫാക്ട് ഇനി സത്യസന്ധമായിട്ട് തുറന്നു പറയട്ടെ, പലരും ഇവിടെ ചിരിച്ച് കൈയടിക്കുന്ന പലരും ഇതിനു വേണ്ടി റേസ് ചെയ്തിട്ടുണ്ടെന്ന് ലക്ഷ്മിക്കും നീബയ്ക്കും അറിയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം പാനലിലുള്ളവർക്ക് അതൊരു ഭയങ്കര സങ്കടമായിട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വി ആർ വെരി ജെനുവൻലി ഡൂയിങ് ഇറ്റ്. മാം ശരിക്കും താങ്ക് യു പറയാണ്. മാം പറഞ്ഞൊരു തെറ്റുമില്ല, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ള മിസ്റ്റേക്ക് തന്നെയാണത്. നീ ശരിക്കും ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. മാം, നീബയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ പറഞ്ഞോളൂ. ഇല്ല, പറയണം. പറയാനുള്ള അവസരം ഞാൻ തന്നല്ലോ. പ്ലീസ് ഗോ ഹെഡ്. തെറ്റായിട്ട് തോന്നുന്നു. പ്ലീസ് ഗോ ഹെഡ്. എനിക്ക് സത്യമായിട്ട് മനസ്സിലാവും നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ ഒരു മാർക്കിംഗ് സിസ്റ്റം വരുമ്പോൾ അത് തെറ്റാണ്. മാം, അന്ന് ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നത്. അപ്പോൾ ആ ഒരു ഹറിബറിയിലാണ് ഞാൻ വന്നതും. ഇവള് ചോദിച്ചപ്പോൾ ഞാൻ തമാശക്കാണെന്നാണ് ഓർത്തത്. എന്നുവെച്ചാൽ കുറെ പ്ലേറ്റ് ഒക്കെ പിടിച്ച് വലിയൊരു ബൗൾ എനിക്ക് ഓർമ്മയുണ്ട്. പഴക്കൊലയായിട്ട് ആ ഒരു ഫുൾ ഇതായിട്ടാണ് സീരിയസ്നെസ്സിൽ ഞാനും അപ്പം എടുത്തുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ മാർക്ക് ഒന്നും ഞാൻ അപ്പം ചിന്തിച്ചു ഓർത്തില്ല. പക്ഷെ ഞങ്ങൾ ഓർക്കണം, ഞങ്ങൾ ജെനുവിൻ ആയിട്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഭാഗത്തുനിന്നൊരു സാധാരണ റിയാലിറ്റി ഷോയിൽ ഇത് സംഭവിക്കാറില്ല. ഒരു തെറ്റ് പറ്റിയാൽ ജനങ്ങളെ അറിയിക്കാതെ, നിങ്ങളെ അറിയിക്കാതെ ആണ് മുമ്പോട്ട് പോകാറുള്ളത്. പക്ഷേ നമ്മളിവിടെ തിരുത്തി കുറിക്കുകയാണ്. കാരണം തെറ്റ് പറ്റിയാൽ അക്സെപ്റ്റ് ചെയ്യണം. ഞങ്ങൾ അറിയാതെ ചെയ്തതാണ്, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ മുൻപിൽ കണ്ടത് വെച്ച് സത്യസന്ധമായിട്ട് മാർക്കിടുകയും ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു കാര്യം ഈ ഷെഡ്യൂളിലാണ് ഞങ്ങൾ എല്ലാവരും അറിയുന്നത്. സോ ടു ഹാവ് എ ജെനുവിൻ തിങ്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് ഇത് ഇനി ഒരു കാലത്തും ഈ മലയാളി വീട്ടമ്മയിലെന്നല്ല ഒരു റിയാലിറ്റി ഷോയിലും സംഭവിക്കാൻ പാടില്ല എന്ന് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് എന്ത് കാര്യവും നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ പ്രയത്നം കൊണ്ടും നമ്മളുടെ ഒരു എന്താ പറയുക പാഷൻ കൊണ്ടും ആയിരിക്കണം നമ്മളത് നേടിയെടുക്കേണ്ടത് എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കും ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. സ്പെഷ്യലി ഞങ്ങളുടെ പ്രൊഡ്യൂസർ അനൂപിനും ബാക്കിയുള്ള ഫുൾ ക്രൂവും അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രയത്നിക്കുന്നത്. സോ ആ ഒരു നോട്ടിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാർക്സിൽ നിന്ന് അന്ന് ലക്ഷ്മിക്ക് കിട്ടിയത്, ലക്ഷ്മിക്ക് അന്ന് 65 ആണോ കിട്ടിയത്? 65. ആൻഡ് നീബയ്ക്കോ 50. സോ സോറി, നമ്മുടെ ഒരു ടാർഗറ്റ് മാർക്കിലേക്ക് ലക്ഷ്മിയുടെ മാർക്ക് കൊണ്ടുവരികയാണ്. റൈറ്റ് ജു? ഈ ടാസ്കിൽ നമുക്ക് കുറയ്ക്കാം. we have to minus that. We have to minus it and ഒരു ഞങ്ങൾക്കൊരു ടാർഗറ്റ് മാർക്കിംഗ് ഉണ്ട്. അത് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വിൽ ഗെറ്റ് ബാക്ക് ടു യു. യെസ്, സോറി, ഇപ്പം പറയുന്ന മാർക്സ് നിങ്ങളുടെ രണ്ടുപേരുടെയും അന്നത്തെ പുട്ടിന് ഇത് ചെയ്തതിൻ്റെ ടാസ്കിൻ്റെ മാർക്കാണ് റീഫ്രെയിം ചെയ്യുന്നത് ഇവിടെ. ബിക്കോസ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളും കൈ അടിക്കുമ്പോൾ രണ്ടുപേരുടെയും കൈ ഒരുമിച്ച് കൂട്ടിമുട്ടിയത് കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടുള്ളതല്ല. എഗെയിൻ ഞാൻ പറയുന്നു, കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാത്രം നിങ്ങളുടെ സിൻസിയറിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒന്നുമല്ല. ഞങ്ങളുടെ ഭാഗം
കറക്റ്റാണ്. ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ജെനുവിനിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കിക്കേണ്ടത് ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഡെസിഷൻ തേർഡ് പാനലും പ്രൊഡ്യൂസറും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നെടുത്ത ഒരു ഡെസിഷനാണ്. നിങ്ങൾക്ക് 2 പേർക്കും ഒരു മിനിമം മാർക്ക് എന്ന രീതിയിൽ 45 ഈച്ച്. ലക്ഷ്മിക്ക് 45, നീബയ്ക്ക് 45. ഇവിടുന്ന് ഫുള്ളായിട്ടൊന്ന് ഓഫ് ആയ പോലെ ഉണ്ടോ? എല്ലാരും നന്നായിട്ട് കൈയടിച്ചൊന്ന് ഓണാക്കിയേ. ഈ കൈയടി നമ്മുടെ മലയാളി വീട്ടമ്മയ്ക്കാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോകാം അല്ലേ? ഇനി നമ്മൾ പോകുന്നത് ഒരു ഔട്ട്ഡോർ ടാസ്കിലേക്കാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ നമുക്കും അറിയില്ല അത് എന്താണ് പണി എന്നുള്ളത്. അവരിവിടെ ഒന്ന് റിവീൽ ചെയ്യില്ല, മിക്കവാറും കണ്ടറിയേ നിവൃത്തിയുള്ളൂ. നമ്മൾ വെൽക്കം ചെയ്യുന്നു ധന്യ. ഞാൻ ധന്യ. എൻ്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂരുകാരെന്ന് പറഞ്ഞാൽ പൊതുവേ കലാകാരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കലാകാരിയാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടെ പറയുന്നത് ഞാൻ കലാകാരിയാണ്. എല്ലാ പരിപാടിക്കും മുമ്പിൽ പോവും. അങ്ങനെ ഈ പരിപാടിയിലും വന്നു. അതിൽ നമുക്ക് ഭയങ്കര സന്തോഷം. ധന്യക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ധന്യ ഈ പരിപാടിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാ ഭാവങ്ങളും എനിക്ക് ക്രാഫ്റ്റ് വർക്കിൻ്റെ കുറച്ച് ഇഷ്ടം കൂടിയുണ്ട്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനൊരു ശ്രമം നടത്താറുണ്ട്. ആ പെയിൻറ്റിങ്സ് ആയിക്കോട്ടെ അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ വരയ്ക്കും. അതിനും തിയററ്റിക്കലായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മടിയുണ്ട്. ഞാൻ എളുപ്പം എല്ലാവരും വിശ്വസിക്കും. എനിക്ക് ദേഷ്യം ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ തുറന്നു പറയും. അതെല്ലാ സമയത്തും നല്ലതല്ല. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്റ്റീവാണ്. പിന്നെ ഏത് ലോകത്തേക്ക് എത്ര അറിയാത്ത ലോകത്തേക്കാണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയില്ല. എനിക്ക് സ്ഥലങ്ങൾ ഐഡൻറ്റിറ്റി ചെയ്യാനായിട്ട് ഉള്ളൊരു പ്രത്യേക കഴിവുണ്ട്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് MA ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻസിന് മാത്രമല്ല, ക്ലാസിക്കൽ ഡാൻസ് ആയാലും ബാക്കി ഏത് ഡാൻസ് ആണെങ്കിലും എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഞാൻ അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഒരു ലെവലിലെത്തണം. എല്ലാം കൂടിയിട്ടുള്ളൊരു പാക്കേജ്. ഫെയിം, ഐഡൻറ്റിറ്റി, ബാങ്ക് ബാലൻസിന് തുല്യമായിട്ടുള്ളൊരു 1 crore കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇത്രയെല്ലാം ഒരു പാക്കേജും കൂടെ ഒരുമിച്ച് കിട്ടാനുള്ള ഒരു അവസരം അത് വിട്ടുകളയൂല. ഭയങ്കര റാംബോഗൊക്കെ ആയി കേട്ടോ അല്ലേ? ഇംപ്രൂവ് ചെയ്തല്ലേ? അല്ല ഇംപ്രൂവ് ചെയ്തല്ലേ? അപ്പൊ തന്നിക്ക് നല്ലൊരു പണി കിട്ടി. തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ ചിരിക്കണോ കരയണോ? രണ്ടും ചെയ്യേണ്ടി വരും. കരഞ്ഞത് ഞാനാണ്, നിങ്ങൾക്ക് ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ചിരിക്കും. അല്ല ആസ് യൂഷ്വൽ എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ? അതോ കണ്ടറിയണോ പറയൂ? കാണാം. വേറൊന്നുമില്ല. ഒരു 3 ദിവസം കിടപ്പിലായിരുന്നേ ഉള്ളൂ ഞാൻ. 3 ദിവസം കിടപ്പിലായി. എന്റെ നഖമെല്ലാം പൊട്ടി ചോര നീരാക്കി പണിത ടാസ്ക് ആയിരുന്നു. ജഡ്ജസ് കേൾക്കണം, ചോര നീരാക്കി ചെയ്ത പണിയായിരുന്നു. ടാസ്ക് നല്ലൊരു പണിയായിരുന്നു. വേറൊന്നുമല്ല, ഒരു മരം നട്ടു. ഒരു മരം നട്ടു, ചെറിയ മരം നട്ടു. അത്രേ ഉള്ളൂ. ഒരു മരം നട്ട കാര്യമാണ്. അപ്പൊ വലിയ പേടിപ്പിക്കുന്ന അത്ര ഒന്നും വരാനില്ല. ഒരു മരം നട്ട എന്തൊക്കെ സംഭവിക്കാന്ന് നമുക്കൊക്കെ അറിയാം, നമുക്ക് കാണാം. അപ്പൊ തന്നെ ചേച്ചി ടാസ്ക് എന്താണെന്ന് ഞാൻ പറയാൻ പോവാണ്. സിമ്പിൾ ആണ് കേട്ടോ. ഒരു തെങ്ങിൻ തൈ നടുക എന്നുള്ളതാണ് നമ്മൾ ധന്യ ചേച്ചിക്ക് തരാൻ പോകുന്ന ടാസ്ക്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ വേണ്ടെന്ന് അറിയാലോ?
നമ്മുടെ പറമ്പിൽ ഏറ്റവും നല്ലൊരു സ്ഥലം കണ്ടെത്തണം, തെങ്ങ് നടാനായിട്ട് തൈ നടാൻ ആവശ്യമായിട്ടുള്ള ഒരു കുഴി കുഴിക്കണം, കുഴിക്കാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴിക്കണം, തെങ്ങിന് തൈ പോയിട്ട് അതെ തീർച്ചയായിട്ടും തെങ്ങിന് തൈ പോയിട്ട് വാങ്ങിക്കണം. പിന്നെ ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ നമ്മൾ തുടങ്ങാൻ പോലെ റെഡി ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ തെങ്ങിൻ തൈ വാങ്ങണം. ഡ്രൈവ് ചെയ്യോ? ചെയ്യൂലേ? ഞാൻ താക്കോൽ എടുത്തിട്ട് വരാം. ഇപ്പൊ തന്നെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് പോകാം. ശരി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നഴ്സറി. ഇവിടെ നമുക്ക് തെങ്ങിൻ തൈ എന്തായാലും കിട്ടാതിരിക്കില്ല. ഇവിടെ കുറേ സാധനങ്ങൾ, കുറേ വെറൈറ്റീസ് ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടുത്തെ ചേട്ടനെ നോക്കാം. നമുക്ക് നോക്കാം വേഗം. ചേട്ടാ, നമ്മൾ ഫ്ലവേഴ്സ് നിന്നായിരുന്നേ. നമുക്കൊരു തെങ്ങിൻ തൈ വേണം, പെട്ടെന്ന് സെലക്ട് ചെയ്തു. നല്ല തെങ്ങിൻ തൈ ആയിരിക്കണം. ഇവിടെ അപ്പോൾ ഏതൊക്കെ ടൈപ്പ്, ഏത് വെറൈറ്റീസ് ഉള്ളത്? ഇവിടെ കുറേ ടൈപ്പ് ഉണ്ട്. നാടൻ ടൈപ്പുകളുണ്ട്, പിന്നെ ഇപ്പം പുതിയ കുറിയ വർഗ്ഗങ്ങൾ. ഈ നമ്മളിങ്ങനെ പറയാറില്ലേ 3 വർഷം കൊണ്ട് പെട്ടെന്ന് കുറിയ വർഗ്ഗങ്ങളുണ്ട്. അതാണോ കുറിയ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്? കുറിയ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ആ കുഴീൻ്റെ എല്ലാം സൈസിനോ അങ്ങനെ? കുഴി സാധാരണ നോർമലി തെങ്ങ് നടാൻ വേണ്ടി 1 മീറ്റർ സ്ക്വയറിലുള്ള ഒരു കുഴി എടുക്കും സാധാരണ. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഒരു കുഴീൻ്റെ നടുക്കിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്നത്. വലിയ കുഴി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ചെറിയ കുഴിയും കൂടെ അങ്ങോട്ട് ആക്കി വെക്കുന്നു. അങ്ങനെ ആക്കിയിട്ട് അത് ഇറക്കി വെക്കും. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് വേഗം പോയിട്ട് നടാം. അപ്പം നമ്മൾ വീട്ടിലെത്തി. ഇനി തെങ്ങും സൂക്ഷിച്ച് ഇനി നമുക്ക് കുഴിക്കാനുള്ള സാധനങ്ങൾ എടുക്കണം. ഇതിലാണ് നമ്മുടെ സാധന സാമഗ്രികളെല്ലാം വെക്കുന്ന സ്ഥലം. ഇത് വേണം, ഇത് വേണം. ഇതിന്റെ പേരറിയോ? സഹായിക്കണോ? ഇതിന്റെ പേരറിയോ? പേരറിയില്ല. പിക്കാസ് എന്ന് പറയും, കൊത്തി എന്ന് പറയും, മണ്ണ് വെട്ടി എന്ന് പറയും. ഇത്രയും സാധനങ്ങൾ വേണോ? പിന്നെ ഓക്കെ, ഞാനിത് എന്തായാലും അവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോകുമ്പോൾ എടുക്കാം. അപ്പോൾ വളങ്ങൾ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയോ? ഇത് നമ്മൾ സാധാരണ വെണ്ണീറും, ഞാൻ പിടിച്ച് സഹായിക്കാം. താങ്ക് യു. വെണ്ണീറും ആലവളം എന്ന് പറയാം, ചാണകപ്പൊടി ഇല്ലേ. ഇനി നമുക്ക് ആലവളം എടുക്കണം. ആലവളം അതെന്താ സംഭവം? സ്റ്റോക്കാണോ ഇവിടെ? പിന്നെ ഇവിടെ പറമ്പുള്ളത് കൊണ്ട് എല്ലാം ഇതെല്ലാം നമുക്ക് വേറെ ആലവളം ചാണകത്തിനാണോ? ചാണകം ഉണങ്ങിയത്, ഉണങ്ങി പൊടിച്ചത്. ഓക്കെ, എല്ലായി. വളമായി, കോരിയായി, ഇതായി. ഒരു ചെറിയ ഇങ്ങോട്ടെടുക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് ചേച്ചി? ഓക്കെ, ഇനി ഞാൻ ഏതായാലും അളവെടുക്കേണ്ട സാധനം എന്റെ കയ്യിലുണ്ട്. അതൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടല്ലേ? അവസാനം നോക്കില്ല നിങ്ങൾ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ വെച്ചോ. ഒരുപാട് വാഴകളൊക്കെ ഉണ്ടല്ലോ. സ്ഥലമാണ്, ബുദ്ധിമുട്ടേണ്ടി വരില്ല.
അല്ല വല്ല സഹായം ചെയ്യാറുണ്ട്? അത് ആദ്യമായിട്ടാണോ തുമ്പി എടുക്കാൻ പോണേ? അല്ലല്ല, ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ പോകുന്ന കാരണം എനിക്ക് സമയമില്ല. പണ്ട് ചെയ്യാറുണ്ട്. ഇവിടെയാണോ ചേച്ചി അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്? അല്ല, ഇവിടെ നമ്മളിപ്പോ സാധനങ്ങൾ തൽക്കാലം തള്ളത്തിരിക്കട്ടെ. ഓക്കെ, നമുക്ക് സ്ഥലം കണ്ടുപിടിക്കണം എവിടെ കുത്തണം എന്നുള്ളത്. ഈ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഈ തെങ്ങിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. അവിടെ നിന്നും കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. മതിലിനും വിട്ടിട്ടാണ് നമുക്കിത് ഫിക്സ് ചെയ്യാം. അപ്പം നനയ്ക്കാനും എളുപ്പമാണ്. ഇതാണോ? വെളിച്ചമുണ്ട്, വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാവും. അപ്പം നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ആദ്യം നമുക്ക് നനയ്ക്കണം. ഇവിടെ പൈപ്പ് ഉണ്ട്. വാട്ടർ ടാങ്ക് ഇവിടത്തേക്ക് വേണ്ടിയിട്ടാണോ? നമുക്ക് വാഴയിലാണോ ഇത്? ഇവിടെ വേണ്ടിയിട്ടാണ്. വാഴയ്ക്കെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്കി വെച്ചേക്കുന്നതാണ്. നമുക്കിതിവിടെ കിടക്കട്ടെ. എത്ര നനച്ചാൽ മതിയോ? ഇത്ര നനച്ചാലൊന്നും പോരാ. പക്ഷെ നമ്മുടെ സമയം അത്രയല്ലേ ഉള്ളൂ. നമുക്ക് കളച്ച് കിളക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പത്തിലാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നനയ്ക്കുന്നത്. ഫോഴ്സ് കൂട്ടുന്നതായിരിക്കും എളുപ്പം എനിക്ക് തോന്നുന്നു. ഫോഴ്സ് കൂട്ടി ഇതെല്ലാം ഇങ്ങനെ പൊന്തൂല്ലേ, വേഗം നനവെല്ലാം മാറ്റിയിട്ട് ഇനി തീരെ കുഴിയാതാക്കുമ്പോൾ ഒന്നും കൂടെ നനയ്ക്കാം. ഏതായാലും നല്ല സ്ഥലം, നല്ല വെയിൽ. ആയുഷ്മാൻ അല്ല, സർവമംഗളേ ഭവ. കുറച്ചുകൂടി ആഴത്തില്ലേ, ശക്തിയോടുകൂടി. ശക്തിക്ക് കുറവാട്ടോ. അത് ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. വേർത്തോ വേർത്തോ വേർത്ത് വേർത്ത്. ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ധന്യ ചേച്ചി ദേ ഇവിടെ വീണ് മതിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 1 മീറ്റർ. ധന്യ ചേച്ചി ഒന്ന് നോക്കിക്കേ, ഏതായാലും കുഴിച്ചതല്ലേ. കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പരിപാടികൾ നോക്കണ്ടേ? പെട്ടെന്ന് നോക്കാം. ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാം. ചേച്ചി ഇവിടെ തന്നെ നിന്നു. ആ വളത്തിന്റെ മേലെയാണോ അത് ഇടുന്നത്? അല്ല, ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എന്താ പരിപാടി? ഇനി നമുക്കിതിൽ മുഴുവനായിട്ടും ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടല്ലോ രണ്ടും. ഇത് എന്നിട്ട് വെണ്ണീർ ഇത്ര വേണം. ഇതിന്റെ മുകളിലാണോ നമ്മൾ തേങ്ങ വെക്കാൻ പോകുന്നേ? തേങ്ങയുടെ തൈ വെക്കാൻ പോകുന്നത് ആണോ? കുറച്ച് ഇനി നനച്ചെല്ലാം കൊടുക്കുമ്പോ ഇതിന് നനയ്ക്കും. ഇപ്പൊ തന്നെ നമ്മൾ നനയ്ക്കും. അത് കുറച്ച് നനച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആയി. കുഴിയെടുത്തു, അതിൽ തെങ്ങിൻ തൈ വെച്ചു. ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനമായി. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ഇനി എന്താ വേണ്ടേ? എന്തായാലും നമ്മളെ കംപ്ലീറ്റ് ആയില്ലേ, എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇതൊന്ന് നീറ്റ് ആക്കണം. ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വരാതിരിക്കാനായിട്ട് ഇവിടെ ഒന്നൊരു ബണ്ട് പോലെ നമുക്കിതൊന്ന് ചുറ്റൊന്ന് ശരിയാക്കി നീറ്റാക്കി വെക്കണം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ തീർന്നു. എന്നാൽ നമുക്ക് വേഗം അതിൻ്റെ പരിപാടികൾ നോക്കാം.
എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുഴി കുഴിച്ച് തെങ്ങ് വെക്കുന്നത്. ടാസ്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ വന്നു. തെങ്ങ് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുഴി കുഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. തെങ്ങാർക്കും വെക്കാമല്ലോ, കുഴി കുഴിച്ച് തെങ്ങ് വെക്കലെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് പറ്റൂല എന്ന് തന്നെ ആദ്യം തോന്നി. ഒരാവേശത്തിന് തുടങ്ങി, പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇതിപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നു. ഞാൻ കുഴിച്ച് ഇവിടെ ഒരു തെങ്ങ് വെച്ച് ഇനിയിപ്പോൾ ഇത് കാലാകാലത്തോളം ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ ഈ ഒരു ഓർമ്മയ്ക്ക്. ആ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ധന്യശേഷിയുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ധന്യശേഷിയുടെ അച്ഛനും അമ്മയും മോളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം നമ്മുടെ ധന്യചേച്ചി എങ്ങനെയാണ്, എത്ര മനോഹരമായിട്ട് ചെയ്തെന്നുള്ള കാര്യം. വാ, എങ്ങനെയുണ്ട്? അച്ഛനും അറിയായിരിക്കുമല്ലോ ഏകദേശം ഇതിൻ്റെ ഒക്കെ വെക്കുന്നത്. നന്നായിട്ടുണ്ട്, വീതിയൊക്കെ കറക്റ്റ് ആണ് അല്ലേ? ചെയ്തിട്ടുണ്ട്. അതും എല്ലാ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുരുഷൻ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാനുള്ളത് വേദിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജഡ്ജസിന്റെ അഭിപ്രായം നോക്കിയിട്ട് ഇനി വേദിയിൽ വെച്ചാണ്. അതെ, മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. അങ്ങോട്ട് പോയപ്പോ പറഞ്ഞാൽ ഞാൻ തിരിച്ചെടുത്തു. ഒരു മരമല്ലേ എന്ന് പറഞ്ഞാണ് പോയത്. ആ മരം തെങ്ങായിരിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അല്ല, ഒരു മരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ തെങ്ങെന്ന് വിചാരിക്കില്ല. വേറെ എത്രയോ മരങ്ങളുണ്ട്. അല്ല, ഒരു തൈ നടുന്നതിൽ മരമല്ല. അതെ, ഒരു തൈ നടുന്ന ഇത്രയും വലിയ കഷ്ടപ്പാടാണ് നമ്മള്. അല്ല, ഒരു മരം നട്ടു എന്നാ പറഞ്ഞല്ലേ? എനിക്കറിയണ്ടായിരുന്നില്ല. വീട്ടിൽ പണിക്കാർ വന്ന് ചെയ്യുമ്പോൾ വന്ന് നോക്കും, പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടുള്ള പണിയാന്ന് ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ നാട്ടിലുള്ള പണിക്കാരെല്ലാം എന്നെ രൂക്ഷമായിട്ടാ നോക്കുന്നത്. പണിയൊക്കെ പോയി. എത്ര 1 മീറ്റർ ആഴത്തിലും ചുറ്റളവും ആഴവും 1 മീറ്റർ വേണം. കണക്കൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ജഡ്ജസിലേക്ക് പോവാം. ധന്യ, യെസ് മാം. അശ്വതിക്കുണ്ടായ അതേ വികാരം തന്നെയായിരുന്നു എനിക്കും. വെറും ഒരു മരം എന്നാണ് ഞാൻ ആലോചിച്ചപ്പോൾ ധന്യ എൻ്റെ കൈ പോയി. ഞാൻ 3 ദിവസം കിടന്നുറങ്ങി, 3 ദിവസം വയ്യാണ്ട് കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഇത്രയും ചെറിയൊരു കാര്യത്തിന് എന്ത് വന്നു. പക്ഷേ കണ്ടപ്പോൾ മനസ്സിലായി അത് ചെറുതല്ല, വലുതല്ല, വളരെ വലിയ ഒരു കാര്യമാണെന്ന്. അയ്യോ, സമ്മതിച്ചിരിക്കുന്നു ധന്യ, സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് മറ്റ് കമൻസ് ബാക്കി എല്ലാവരും പറയും. എനിക്ക് നോട്ടീസ് ചെയ്ത ഒരു കാര്യം, ഒന്നല്ല 2 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ധന്യ പറഞ്ഞല്ലോ, ഇത് ഞാൻ നട്ട എൻ്റെ മരം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു തനിക്കിത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അത് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം തന്നെയുടെ മുഖത്തുനിന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ആ കുഴി കുഴിച്ചിട്ട് കിടന്നുറങ്ങിയത് ഞാൻ കണ്ടു, ഒരുവിധം വയ്യാണ്ടായിട്ട് കിടന്നുറങ്ങിയത്. എനിവേ, ഹാറ്റ്സ് ഓഫ് ധന്യ. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പം ടാസ്കിന് ആങ്കറും ധന്യയും കൂടെ വന്നപ്പം നിങ്ങൾ നഴ്സറി പോയിട്ട് തൈ വാങ്ങിച്ചു അല്ലേ? അപ്പം ഞാൻ ധന്യ പറയുന്നത് കേട്ടു, ആ കുട്ടിയുടെ അടുത്ത് പറയുന്നത് കേട്ടു, ഡ്രൈവിംഗ് അറിയാമോ എന്നാൽ നമുക്ക് പോവാമെന്ന്. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് ലക്ഷറി അല്ല, നെസസിറ്റിയാണ്. ഓക്കെ, അതെ ധന്യ. യെസ് മാം. മരം നടാൻ ഞങ്ങളെയും പഠിപ്പിച്ചു. അതാണ് സത്യം. ഞങ്ങളുടെ വീട്ടിലൊരു മരം ഉണ്ടായിരുന്നു. അമ്മ ഇത് ഇങ്ങനെ പിടിപ്പിച്ച് അതെല്ലാം ഇത്. പക്ഷെ ചെന്നൈയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വാസ്തു നോക്കും, പക്ഷെ അത് വെച്ച സ്ഥലം തെറ്റായിരുന്നു. അമ്മ അതിനെ കുഞ്ഞിനെ പോലെ നോക്കിക്കൊണ്ടിരുന്നു, ആ തെങ്ങിനെ. പക്ഷെ അതിൻ്റെ അടുത്ത് ഞാൻ പോയി പറയും, നീ തെറ്റായ സ്ഥലത്താണ് വളർന്നിരിക്കുന്നത്, ഒന്ന് വീഴെന്ന് പറയും. സത്യമാണ് അത്. പക്ഷെ വീണ് തന്നു എനിക്ക്. അതിങ്ങനെ വീണിട്ട് എൻ്റെ ബാൽക്കണീൻ്റെ മുകളിൽ അങ്ങനെ കിടന്നിരിക്കുകയാണത്. ഞാൻ അതിനെ കണ്ടിട്ട് ആദ്യം തൊഴുതിട്ട് താങ്ക് യു പറഞ്ഞു, നീ വീണതിന് താങ്ക് യു. പക്ഷെ എന്ത് സൗകര്യമായിട്ട് അത് വീണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അമ്മയൊക്കെ ഇരുന്ന് കരച്ചിലത്. പക്ഷേ പ്രകൃതിയൊക്കെ ഭയങ്കര സത്യമുള്ളതാണ്. അതിൻ്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കണം, അത് നമുക്ക് റിപ്ലൈ ചെയ്യും. നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു ധന്യ. എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ആ എനർജി, യു ആർ ഫുൾ ഓഫ് എനർജി.
ധന്യ വെൽ ഡൺ വെൽ ഡൺ. താങ്ക് യു മാം. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം കഴിയുമ്പോഴേ ധന്യ ഇതുപോലെ തെങ്ങിൻ ചോട്ടിലിരുന്ന് സംസാരിക്കും. ഇപ്പൊ എത്തി നോക്കിയ പിള്ളേരുണ്ടല്ലോ, അവരിതേപോലെ ഈ ചേച്ചിക്ക് കാര്യമായിട്ട് എന്തോ പറ്റി. ഞാൻ നാളെ മുതൽ പോയിട്ട് സംസാരിക്കും. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കാഴ്ചയാണ്. ഒരു ചേച്ചി അവിടെ ഇരിക്കുന്നത് ഭയങ്കര രസമായിട്ട് റിലാക്സ് ചെയ്തിട്ട് കഥ കാണുന്ന പോലെ. അതെ, ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇതൊക്കെ നാട്ടില് ബംഗാളികൾ മാത്രം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഒരു ബംഗാളികളോട് ഒരു റെസ്പെക്ട് ഒക്കെ തോന്നുന്നു. ചെയ്തതിലെല്ലാം ഒരു പ്ലാനിങ്ങോടെ നീറ്റായിട്ട് ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. വിച്ച് ഇസ് വെരി ഗുഡ് തന്നെ. സ്മാർട്ട് മൂവ് വരുന്നില്ല. അമ്മച്ചി, ഇതിപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ പറയുന്നത്, ഒരു കുഴി, 1 മീറ്ററിൻ്റെ ഒരു കുഴി എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആർക്കും ചെയ്യാൻ, ഒരു ലേഡിക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് യു ഡിഡ് ഇറ്റ് വെരി എഫർട്ട്ലെസ്ലി. ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു മാം. അപ്പൊ ഇനി ധന്യ വെയിറ്റ് ചെയ്തിരിക്കുന്നത് തെങ്ങിൻ തൈ മാത്രമല്ല, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതിങ്ങോട്ട് പോരട്ടെ. മലയാള മാസങ്ങൾ അറിയാമോ? അറിയാം. ഒന്ന് ഓർഡറിൽ പറഞ്ഞേ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം, കർക്കിടകം. ആണോ? വിതുലം, കർക്കിടകം. എത്ര മാസമുണ്ട്? 12. ഓക്കെ. അപ്പം ഇന്ന് മലയാള മാസം ഏത്, എത്രാം തീയതി? പെട്ടെന്ന്, ഇല്ലെങ്കിൽ അശ്വതി പറയും. മകരം. കറക്റ്റ്. 5. വാവ്. ഇനി അവസാനത്തെ question. തേങ്ങയുടെ പഴയ പേരുണ്ട്, ഒരു തമിഴ് പേരാണ്. പഴയ പേര് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പേരാണോ അതോ? അതിങ്ങനെ ഷോർട്ടായിട്ടാണ് അത് അവസാനം തേങ്ങ എന്ന് ആയി വന്നത്. അറിയോ? ഒരാളിങ്ങനെ ഇങ്ങനെ ഇപ്പം ആൻസർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അടുത്ത് ഇപ്പം ഉണ്ട്. വേഗം പറഞ്ഞില്ലെങ്കിൽ ചേച്ചി പറയും. ഞാൻ പേടിച്ചു പോയി. ഇവിടെ ഇങ്ങനെ സിമ്പിൾ വേഗം പറ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്. തേങ്കായ്. തേൻകായ്. അത് തേങ്ങ അങ്ങനെ ആയത്. അതിനുള്ള ആക്ച്വലി ജോ ഒരു ക്ലൂവും കൂടി തന്നു. അത് പറഞ്ഞു തന്നില്ല, ഇങ്ങനെ ലോപിച്ചു വരുന്നതാണെന്ന്. ഞാൻ അങ്ങനെ കേട്ടപ്പോൾ വിചാരിച്ചു ഒരു 4 അക്ഷരമുള്ള പേര് ഇങ്ങനെ ചെറുതായി തേങ്ങയായതാണ്. പക്ഷെ ഞാൻ ഇന്ന് മകരം 5 എന്ന് ധന്യ പറയുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചോദിക്കാം. അതെങ്ങനെ ടെക്നിക്ക് ഉണ്ടല്ലോ. 14-ാം തീയതി 1-ാം തീയതി ആയിരുന്നു. കറക്റ്റ്. അപ്പോൾ 14, 15, 16, 17, 18, 5. ഇത് നമ്മുടെ ഈ ഒരു ഷൂട്ട് നടക്കുന്ന ദിവസം 18-ാം തീയതിയാണ്. അപ്പൊ അങ്ങനെ മകരവിളക്കിന്റെ ആ ഒരു ഡേറ്റുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മകരം 5 കണ്ടുപിടിച്ചത്. വെരി ഗുഡ്. എനിവേസ്, നമുക്ക് ധന്യയുടെ ആ ഒരു മാർക്ക് എന്താണെന്ന് ജഡ്ജസിനോട് ചോദിക്കാം. ധന്യ, യെസ് മാം. മാർക്സ് ഇസ് 91 ഔട്ട് ഓഫ് 100. നിരപ്പറ മലയാളി വീട്ടമ്മ co-branded by Sera and Dhadri Hair Care Plus powered by ചുങ്കൻ ജ്വല്ലറിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സോ വീണ്ടും കാണും വരെ ഗുഡ് ബൈ. Costume courtesy Ashwati and Jomol, La Doris Day Boutique, Alua Road, Angamali. Costume courtesy Rajni Chandi, Poonolil Silks.